നമ്മൾ ഇന്ന് AC EMF ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഡെറിവേഷൻ ആണ് പഠിക്കുന്നത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഡെറിവേഷൻ. നമ്മൾ പുതുതായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ഫീഡ്ബാക്ക് ഫോം ഇട്ടിരുന്നു. അപ്പോൾ ആ ഫീഡ്ബാക്ക് ഫോമിൽ ഗൂഗിൾ ക്ലാസ് റൂം വേണമെന്നാണ് മിക്കവാറും എല്ലാവരും അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളെല്ലാവരും ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞിരിക്കുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഏകദേശം, പക്ഷേ അതിൽ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിരിക്കും. നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരു 3 വീഡിയോ മാത്രമേ ഇതുവരെ ഫണ്ടമെൻ്റൽസ് ഓഫ് AC ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി അങ്ങോട്ട് ഇത് തന്നെയാണ് തുടരുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ക്ലാസ് റൂം യൂസ് ചെയ്യാം. ഗൂഗിൾ ക്ലാസ് റൂം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇമെയിൽ ID, നിങ്ങൾ ഏതാണോ ഇമെയിൽ ID യൂസ് ചെയ്യുന്നത് ആ ഒരു ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് നിക്ക് നെയിമൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഇമെയിൽ ID എങ്കിൽ അതൊന്ന് മാറ്റി നിങ്ങൾ ആക്ച്വൽ പേര് വെച്ചിട്ട് ഒരു ഇമെയിൽ ID സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എഡ്പസിൽ പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. യൂട്യൂബ് വീഡിയോ എഡ്പസിൽ വിത്ത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ ആഴ്ച അല്ലെങ്കിൽ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ കോഡ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിനൊരു കോഡുണ്ട്, ക്ലാസ്സിനൊരു കോഡുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്താൽ ലോഗിൻ ചെയ്തതിന് ശേഷം ടോപ്പിൽ ജോയിൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ആ കോഡ് അടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ക്ലാസ് റൂം, നമ്മൾ ഈ ഒരു ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഏകദേശം നിങ്ങൾ എഡ്പസിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെ. ഇത് അതേ ഗൂഗിൾ ക്ലാസ് റൂം ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തത് ഓൾറെഡി എഡ്പസിൽ വാട്സപ്പ് അങ്ങനെ പുതിയൊരു പ്ലാറ്റ്ഫോം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം ഗൂഗിൾ ക്ലാസ് റൂം തുടങ്ങണം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെറിവേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് നോട്ടും ഗൂഗിൾ ക്ലാസ് റൂമിൽ, അതായത് ഞാനിപ്പോൾ എന്താണോ പഠിപ്പിക്കാൻ പോകുന്നത് അതിൻ്റെ നോട്ട്സും ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കതും ആക്സസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും റിട്ടേൺ അസൈൻമെൻറ്റ് ഭാവിയിൽ പറയുകയാണെങ്കിൽ അതും നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂം വഴി അയച്ചു തന്നാൽ മതി. അപ്പോൾ ബേസിക്കലി വീഡിയോസ് എഡ്പസിൽ തന്നെ ആയിരിക്കും. ക്ലാസ് നോട്ടും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം വഴി ഡിസ്കസ് ചെയ്യാം. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ, ഞാൻ പുതിയൊരു ക്ലാസ് അപ്ലോഡ് ചെയ്താൽ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് വാട്സാപ്പ് വഴി അറിയിക്കാം. അതായത് വാട്സാപ്പിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യാം, ഇങ്ങനെ ഒരു പുതിയൊരു സെഷൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ദിവസത്തിനുള്ളിൽ ഇത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഗൂഗിൾ ക്ലാസ് റൂമിൽ പോയാൽ ആ ഒരു എഡ്പസിലിൻ്റെ ലിങ്ക് കിട്ടും, വീഡിയോ കാണുക, പിന്നെ ക്ലാസ് നോട്ടും ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഓർഗനൈസ്ഡ് ആയിരിക്കും. പിന്നെ ആ ഫീഡ്ബാക്ക് കുറേ ആൾക്കാരൊന്നും റിപ്ലൈ ചെയ്തിട്ടില്ല. എല്ലാവരും അത് റിപ്ലൈ ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് എങ്ങനെ ഇത് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറയാനാവും. അതുകൂടാതെ തന്നെ FACയുടെ ട്വിറ്ററിൻ്റെ അസാപ്പ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അസാപ്പ് ക്ലാസ്സും എനിക്ക് തോന്നുന്നു അസാപ്പ് ക്ലാസ് നമ്മളെ ഈ ക്ലാസ്സിനെക്കാട്ടി കുറച്ചുകൂടി മുൻപോട്ടായിരിക്കും. കുറച്ചും കൂടി ടോപ്പിക്സ് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് ആദ്യം കാണാം. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിൽ ആ ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അതിന് മുമ്പും ചോദിക്കാം. ഓക്കെ, അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു AC ജനറേറ്റർ, അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ ഇതുപോലെയുള്ള ഒരു കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്, അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാറും എന്ന് പഠിച്ചു. സ്ലിപ്പ് റിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് കറണ്ട് പുറത്തെ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ഷൻ റൊട്ടേഷൻ കണക്കായിട്ട് മാറുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
നിങ്ങൾ ആ കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു സെഷൻ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ആഴ്ച അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. ഇക്വേഷൻ ഇത് സ്ഥിരമായിട്ട് എക്സാമിന് സെമിസ്റ്റർ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 6 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിന് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ, അതായത് എ സി ജനറേറ്ററിൻ്റെ EMF ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പൊതുവെ ചോദിക്കാറ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കണ്ടക്ടർ എടുക്കുമ്പോൾ നിങ്ങൾക്കിത് കാണാനും ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതേപോലെയുള്ളൊരു കാർഡ് എടുക്കുകയാണ്. അപ്പോൾ ഈ കാർഡ് എന്ന് പറയുന്നത് ഒരു കോയിലായിട്ട് കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ റൊട്ടേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റൊട്ടേഷൻ, ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോയിൽ ഇങ്ങനെയാണ് ഉള്ളത്. ഇങ്ങനെ കോയിൽ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ആ കോയിലിലൂടെ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലക്സും കടന്നു പോകുന്നുണ്ട്. അതായത് മാക്സിമം ഫ്ലക്സ് ലിങ്കേജ് ഇങ്ങനെയൊരു പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. അതായത് ഇവിടെയാണ് നോർത്ത് പോൾ ഉള്ളത്, ഇവിടെയാണ് സൗത്ത് പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇതൊരു 2D അല്ല ഒരു 3D ആയിട്ട് അസ്യൂം ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഒരു മാഗ്നറ്റ് ഉണ്ട്, അതിൻ്റെ സൗത്ത് പോൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇതുവഴിയൊക്കെ ഫ്ലക്സ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്. 2D അല്ല, ഈ പ്രതലത്തിൽ മാത്രമല്ല, ഇവിടെ 3D ആയിട്ട് അസ്യൂം ചെയ്യുക. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ ഒരു കാർഡ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ കാർഡായിട്ട് കോയിലായിട്ടും അസ്യൂം ചെയ്യുക. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഇവിടെയാണ് കോയിൽ ഉള്ളതെങ്കിൽ ആ കോയിലിൻ്റെ ഫ്ലക്സ് ലിങ്കേജ് മാക്സിമം ആയിരിക്കും അല്ലേ. അതായത് എത്രത്തോളം പോകാൻ പറ്റും അത്രത്തോളം മാക്സിമം ഫ്ലക്സ് ലിങ്കേജ് ഈ ഒരു കേസിൽ ഉണ്ടാവും. നമ്മൾ മെല്ലെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്തോറും ഫ്ലക്സ് ലിങ്കേജ് കുറഞ്ഞു വരില്ലേ. ഈ ഒരു പൊസിഷനിലോ, അതായത് ഹൊറിസോണ്ടലായി നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ ഫ്ലക്സ് ലിങ്കേജ് മിനിമം അല്ലെങ്കിൽ 0 ആയിരിക്കും. ഇവിടെ മാക്സിമം ഫ്ലക്സ് ലിങ്കേജ് കുറഞ്ഞു വന്നു. ഇവിടെ എത്തുമ്പോൾ മിനിമം. കാരണം ഇവിടെയൊക്കെയുള്ള ഫ്ലക്സ് ലൈൻസുമായിട്ട് ഇതിനൊന്നും ലിങ്കേജ് വരുന്നില്ലല്ലോ. ഈ കേസിൽ ഇവിടെയൊക്കെയുള്ള ഫ്ലക്സ് ലൈൻസ് ഇതിലൂടെയാണ് ഇതിന് ലിങ്കേജ് വരുന്നുണ്ട്. ഇതിന് ആ ഫ്ലക്സ് ലൈൻസിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇവിടെ അതില്ല. അപ്പോൾ ഇവിടെ മാക്സിമം ഫ്ലക്സ് ലിങ്കേജ് കുറഞ്ഞു വന്നു, മിനിമം. ഇനി അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴോ കൂടി വരും. ഇവിടെ എത്തുമ്പോൾ മാക്സിമം. പക്ഷെ ഇവിടെ ഒരു ചേഞ്ച് വന്നത്, ഇവിടെയുള്ള ഫ്ലക്സ് ലിങ്കേജ്, അതായത് ഈ ഒരു മഞ്ഞ കളറിലുള്ള യെല്ലോ കളറിലുള്ള ഈ പ്രതലത്തിലൂടെ കയറി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് കുറഞ്ഞു ഇവിടെ മാക്സിമം, ഇവിടുന്ന് കുറഞ്ഞു വന്നു. പിന്നെ മഞ്ഞ അപ്പുറത്തെ സൈഡിലായി. ആ സമയത്ത് നേരത്തെ ഉണ്ടാവുന്ന ഫ്ലക്സ് ലിങ്കേജിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് എടുക്കണം. ഈ കേസിലും ഫ്ലക്സ് ലിങ്കേജ് മാക്സിമം ആണ്, പക്ഷെ നേരത്തെ ഉണ്ടായ ഫ്ലക്സ് ലിങ്കേജിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും. പിന്നെ ഇവിടെ എത്തുമ്പോൾ മാക്സിമം, പിന്നെയും മാക്സിമമായി. ഇവിടെ എത്തുമ്പോൾ പിന്നെയും മിനിമമായി. ഇവിടെ എത്തുമ്പോൾ പിന്നെയും മിനിമമായി. ഇവിടെ എത്തുമ്പോൾ പിന്നെയും കൂടാൻ തുടങ്ങി, മാക്സിമം ആയി. കുറഞ്ഞു 0 ആയി. കൂടാൻ തുടങ്ങി, പക്ഷേ നെഗറ്റീവ് ഡയറക്ഷനിലാണ്. കൂടി മാക്സിമമായി. കുറയാൻ തുടങ്ങി, 0 ആയി. കൂടാൻ തുടങ്ങി, മാക്സിമമായി. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എങ്ങനെയാണ് ഇത് ഈ ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇങ്ങനെയാണല്ലോ ഉള്ളത്. അപ്പോൾ അതിന് ഞാനിവിടെ ഈ ഒരു പ്രതലത്തിൽ ഈ ഒരു ലൈൻ വെച്ചിട്ട് വരക്കുകയാണ്. ഈ കേസിൽ ഫ്ലക്സ് ലിങ്കേജ് എന്നുള്ളത് ഞാൻ 5m എന്ന് പറഞ്ഞാൽ മാക്സിമം എന്നുള്ള അർത്ഥത്തിൽ 5m ആണെന്ന് കൺസിഡർ ചെയ്തു ഈ കേസിൽ. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു പൊസിഷനിലേക്ക് വന്നു. റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു പൊസിഷനിലേക്ക് വന്നു. അതായത് തീറ്റ ആംഗിള് റൊട്ടേറ്റ് ചെയ്തു. ഈ കേസിൽ
ഫൈ എം എന്തായാലും ആയിരിക്കില്ലല്ലോ, ഫൈ എം ആയിരിക്കില്ല, ഫൈ എമ്മിനെക്കാട്ടി കുറവായിരിക്കും. അതെങ്ങനെയാണ്, അതെത്രയാണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഈ തീറ്റ ആംഗിളിൽ എത്രയാണ് ഫ്ലക്സിന്റെ ഇൻഫ്ലുവൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഫൈ എം കോസ് തീറ്റ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, തീറ്റ 0 ആവുന്ന കേസിൽ ഫൈ എം തന്നെയാവും, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫൈ എം കോസ് തീറ്റ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തീറ്റ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലക്സ് ലിങ്കേജ് ഫൈ എം കോസ് തീറ്റ എന്നുള്ള ടേമിലേക്ക് മാറി. എന്തുകൊണ്ടാണ് ഈ കോസ് തീറ്റ ടേം വന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പോൾ നമ്മൾക്കൊക്കെ അറിയാവുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബൾബുണ്ട്, ഒരു സ്റ്റിക്ക് ഉണ്ട്, ഒരു വടി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വായുവിൽ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊന്നുമില്ല, വായുവിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെയാണ്, ഇതൊരു ടേബിളാണെന്ന് വിചാരിക്കും. വേറെ ലൈറ്റ് സോഴ്സ് ഒന്നുമില്ല, ഈ ബൾബ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബൾബ് ഈ ഒരു വടീൻ്റെ ഒരു ഷാഡോ ഈ ഒരു സർഫസിൻ്റെ മുകളിൽ ഉണ്ടാക്കുമല്ലോ. ആ ഷാഡോൻ്റെ ലെങ്ത് എങ്ങനെയായിരിക്കും? ഇതേ ലെങ്ത് തന്നെയായിരിക്കും. കാരണം ഈ സ്റ്റിക്ക് ഈ പ്രതലത്തിന് ഹൊറിസോണ്ടലായിട്ടാണുള്ളത്. അപ്പോൾ ഈ ലൈറ്റ് സോഴ്സ് ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ്, ഈ സ്റ്റിക്കിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും അല്ലേ. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു കോയിലിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസിനെയാണ് നമ്മൾ ഫ്ലക്സ് ലിങ്കേജ് എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ ഇവിടെ ഈ ലൈറ്റ് സോഴ്സ് ഉണ്ടാക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് മാക്സിമം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതേ ലെങ്ത്തിലുള്ള ഒരു ഷാഡോ ആയിരിക്കും നമുക്ക് ഈ ഒരു പ്രതലത്തിൽ കിട്ടുക. അതിനുശേഷം ഞാൻ ഈ ഒരു സ്റ്റിക്കിനെ റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്താൽ ഇതാണ് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് കിട്ടിയ പുതിയ പൊസിഷൻ. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ ഒരു പോയിന്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ഇതാണ് പുതിയ പൊസിഷൻ. തീറ്റയാണ് റൊട്ടേറ്റ് ചെയ്തത്, തീറ്റ ആംഗിളാണ് റൊട്ടേറ്റ് ചെയ്തത്. ഈ ഒരു കേസിൽ നമ്മൾ ആദ്യത്തെ കേസിൽ ഷാഡോൻ്റെ ലെങ്ത്ത് ഞാൻ ഈ ഒരു സർഫസിൽ ഷാഡോ മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ ഇവിടെ ഒരു സർഫസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആദ്യത്തെ കേസിൽ ഷാഡോൻ്റെ ലെങ്ത്ത് ഈ ഒരു സ്റ്റിക്കിൻ്റെ അതേ ലെങ്ത് ആയിരുന്നു. രണ്ടാമത്തെ കേസിൽ ഷാഡോൻ്റെ ലെങ്ത്ത് എങ്ങനെ ചേഞ്ച് ചെയ്യും? ഇത്രയായിരിക്കും അല്ലേ. ഷാഡോൻ്റെ ലെങ്ത്ത് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഈ ഒരു ഷാഡോനെ ഞാൻ ഇവിടെ തന്നെ വരക്കുകയാണ്. ഇങ്ങനെ വരക്കുകയാണ്. ഇതായിരിക്കില്ലേ ഷാഡോൻ്റെ ലെങ്ത്ത്, ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്നത്. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഈ ലൈനും പാരലാണ്. ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റ തന്നെയായിരിക്കും. ഇത് 90 ഡിഗ്രിയുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എത്രയായിരിക്കും? ഈ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇതിൻ്റെ ലെങ്ത്ത്, അതായത് മാക്സിമം ലെങ്ത്ത് L ആണെങ്കിൽ, അതായത് ഈ ലെങ്ത്ത് L ആണെങ്കിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ഇതിൻ്റെ ലെങ്ത്ത് മാറുന്നില്ലല്ലോ. സ്റ്റിക്ക് ഒരേ സ്റ്റിക്കല്ലേ, ആ ലെങ്ത്ത് തന്നെയല്ലേ. ഇത് L ആണെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്തപ്പോഴും അതിൻ്റെ ലെങ്ത്ത് L തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് L കോസ് തീറ്റ ആയിരിക്കും. ഇനി നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് L സെറ്റ് ചെയ്ത് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയെന്ന് വിചാരിക്കും. അതായത് ഈ ഒരു പൊസിഷനിൽ നേരെ താഴെ. അങ്ങനെയാകുമ്പോൾ ഇതുണ്ടാക്കുന്ന ഷാഡോ എന്ന് പറയുന്നത് ചെറിയൊരു ഡോട്ടായിരിക്കും, ഒരു പോയിന്റ് ആയിരിക്കും, മിനിമം ആയിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ഉച്ച സമയത്ത് സൂര്യൻ നമ്മളെ തലേൻ്റെ നേരെ മുകളിൽ വരുമ്പോൾ ഷാഡോ ഉണ്ടാക്കുന്നത് കുറവെന്നല്ല, ഒരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇതേ കേസ് തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിലും നമ്മൾ നേരത്തെ പറഞ്ഞ ജനറേറ്ററിൻ്റെ കേസിലും സംഭവിക്കുന്നത്. ഇവിടെ ലൈറ്റ് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ദിവസം കാണുന്നതാണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റില്ല.
മാഗ്നറ്റിക് ഫീൽഡിൽ കണ്ടക്ടർ കട്ട് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ആ ഇമേജ് ഒന്നും കൂടി വരക്കുകയാണ്. നോർത്ത് സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരച്ചു. നേരെ വെർട്ടിക്കലായിട്ട് ഉണ്ടാകുമ്പോൾ മാക്സിമം ഫ്ലക്സ് ലിങ്കേജിനെ നമ്മൾ 5em എന്ന് ഡിനോട്ട് ചെയ്തു. നമ്മളിവിടുന്ന് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യാണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കിട്ടിയത് ഈ ഒരു പൊസിഷൻ തീറ്റയാണ് റൊട്ടേറ്റ് ചെയ്തത്. അങ്ങനെയാകുമ്പോൾ ഉണ്ടാവുന്ന ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് 5m cos theta. 5m cos theta. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ ഇമേജ് തന്നെയാണ്. അതിൽ നിന്ന് ഇവിടെ ഒഴിവാക്കിയത് നോർത്ത് സൗത്ത് എന്നുള്ള രണ്ട് മാഗ്നറ്റ് അതിൻ്റെ പോൾസ് എടുത്ത് ഒഴിവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഫീൽഡ് ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇവിടെ പൊസിഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെർട്ടിക്കലായിട്ടുള്ള പൊസിഷന് XY എന്നും തീറ്റ റൊട്ടേറ്റ് ചെയ്ത് തീറ്റ റേഡിയൻ ആണ്, നമ്മളിപ്പോൾ ഡിഗ്രിയിലല്ല പറയുക, തീറ്റ റേഡിയൻ റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഉള്ള പൊസിഷനെ X', Y' എന്നും ഡിനോട്ട് ചെയ്തു. 5m എന്ന് പറയുന്നത് മാക്സിമം ഫ്ലക്സ് ലിങ്കേജ് ആണ്. 5m എപ്പോഴാണ് വരിക? XY എന്ന് പറഞ്ഞിരിക്കുന്ന പൊസിഷനിലാണ് മാക്സിമം ഫ്ലക്സ് ലിങ്കേജ് 5m ഉണ്ടാവുക. അതിനുശേഷം തീറ്റ റേഡിയൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലക്സ് ലിങ്കേജ് കുറയും. ആ കുറയുന്നത് 5m cos theta ആയിട്ട് കുറയും. പിന്നെ ഇവിടെ B ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. B എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അതിൻ്റെ യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ലയാണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു ടേം വന്നത്, അത് നിങ്ങൾക്ക് പഠിച്ചു തന്നെയായിരിക്കും, ഒമേഗ എന്ന് പറഞ്ഞിരിക്കുന്ന ടേമാണ്. W അല്ല, ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി. നിങ്ങൾക്ക് ഇനി അഥവാ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, നമ്മൾ നോർമലി ഒരു വണ്ടി കാറിൻ്റെ ഒക്കെ വെലോസിറ്റി പറയുമ്പോൾ 40 km/h എന്ന് പറയും. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ 40 km ഒരു മണിക്കൂർ കൊണ്ട് കവർ ചെയ്യുന്നതാണ്, ഇതേ സ്പീഡിൽ ആ കാർ പോവുകയാണെങ്കിൽ. അപ്പോൾ ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം. നമ്മൾ ഈ കേസിൽ പറയുകയാണെങ്കിൽ കോയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ കോയിലിന് ഒരിക്കലും ലീനിയർ ആയിട്ടുള്ള മോഷൻ ആയിരിക്കില്ല ഉണ്ടാവുക, നേരെയല്ല അത് പോവുക. അതിൻ്റെ മോഷൻ എന്ന് പറയുന്നത് റൊട്ടേഷനിലായിരിക്കും. റൊട്ടേഷനിലാണെങ്കിൽ നമുക്കൊരിക്കലും ഡിസ്റ്റൻസ് പറയാനാവില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുക റേഡിയൻ. എത്ര റേഡിയൻ അത് റൊട്ടേറ്റ് ചെയ്തു ഡിവൈഡഡ് ബൈ അത് റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. എത്ര റേഡിയൻ റൊട്ടേറ്റ് ചെയ്തു പിന്നെ അത് റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഇവിടെ ലീനിയർ ആണെങ്കിൽ ഡിസ്റ്റൻസ് പറയും, ആംഗുലർ അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി ആണെങ്കിൽ ഇൻ റേഡിയനിലാണ് നമ്മൾ പറയുക. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കേസിൽ ഒമേഗ എന്ന് പറയുന്നത് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത റേഡിയൻ തീറ്റയാണ്. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം T ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് തീറ്റ എന്ന് പറയുന്ന ഒമേഗ എന്ന് പറയുന്നത് ഈക്വൽ ടു തീറ്റ റേഡിയൻ ഡിവൈഡഡ് ബൈ അത് റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം T. അങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ നമ്മൾക്ക് X', Y' ഉണ്ടാവുന്ന ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം 5m cos തീറ്റയാണ്. 5m cos തീറ്റയാണ്. അപ്പോൾ ഇതിൽ തീറ്റയ്ക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 5m cos തീറ്റ എന്ന് പറയുന്നത് ഒമേഗ T ആയിരിക്കില്ലേ, ഒമേഗ ഇൻറ്റു T ആയിരിക്കില്ലേ. അപ്പോൾ കോസ് ഒമേഗ T എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഇതിൽ ഈ ഒരു ഇക്വേഷൻ, ഈ
ഫ്ലക്സ് ലിങ്കേജ് ഈക്വൽ ടു phi m cos theta or flux linkage equal to phi m cos omega t. ഈ ഒരു ഇക്വേഷൻ എക്സ് ഡാഷ് വൈ ഡാഷിൽ മാത്രമല്ല, ഇത് ഏത് പൊസിഷനിലും ഈ ഒരു ഇക്വേഷൻ വാലിഡ് ആണ്. നമുക്ക് നോക്കാം. ഈ കേസിൽ തീറ്റ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. ഇങ്ങനെ നേരെ വെർട്ടിക്കലായിട്ട് എക്സ് വൈ ഡയറക്ഷനിലാണെങ്കിൽ തീറ്റ 0 ആണ്. ആ കേസിൽ phi m cos 0 വരും. cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ phi m തന്നെ, ഇവിടെ phi m തന്നെയാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ് ഡാഷ് വൈ ഡാഷിലാവുന്ന സമയത്ത് phi m cos തീറ്റ ആവും. നേരെ ഇങ്ങനെ ഹൊറിസോണ്ടലാവുന്ന സമയത്ത് എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു? 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ആ കേസിൽ phi m cos 90 വരും. cos 90 എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു phi m എന്ന് പറയുമ്പോൾ 0 തന്നെ വരും. അതായത് ഈ കേസിൽ മാക്സിമം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കേസിൽ മിനിമം. ഇനി 90 എബോവ്, 90ൽ കൂടുതലേക്ക് പോയി, 90 എബോവ്, അപ്പോൾ വീണ്ടും ഇത് കൂടിക്കൂടി വരും, ഫ്ലക്സ് ലിങ്കേജ് കൂടിക്കൂടി വരും, പക്ഷേ നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും. ഈ കേസിൽ വരുന്ന സമയത്ത് ഇവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ എത്തി. അപ്പോൾ 180 ഡിഗ്രി അല്ലേ റൊട്ടേറ്റ് ചെയ്തത്. ആ കേസിൽ phi m cos 180 വരും. cos 180 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ -phi m വരും. അതായത് ഈ കേസിൽ phi m ആണെങ്കിൽ ഈ കേസിൽ -phi m ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫ്ലക്സ് ലിങ്കേജിൻ്റെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് എക്സ് ഡാഷ് വൈ ഡാഷ് ഒരു എക്സാമ്പിൾ എടുത്തു എന്നേ ഉള്ളൂ. ഈ തീറ്റ മാറുന്നതിന് കണക്കായിട്ട് നമുക്ക് ഏത് പൊസിഷനിലുള്ള ഫ്ലക്സ് ലിങ്കേജും കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണിത്. ഇനി നമുക്ക് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഇ എം എഫിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് -d/dt ഓഫ് phi ആണെന്നറിയാം. ഇതിൽ നമ്മളൊരു ടേമും കൂടി ഉണ്ടായിരുന്നു, അതെന്ന് പറഞ്ഞാൽ n ആയിരുന്നു അല്ലേ, നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ നമ്മൾ ഒറ്റൊരു ടേൺ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഫോർ 1 ടേൺ എന്ന് എഴുതാം. അപ്പോൾ E ഈക്വൽ ടു -d/dt ഓഫ്, നമുക്കറിയാവുന്ന ഇക്വേഷൻ phi m cos omega t. അതിൽ n ടേൺസ് ഉണ്ടെങ്കിൽ ഫോർ n ടേൺസ് E ഈക്വൽ ടു -n d/dt phi m cos omega t. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ ഞാനിത് സോൾവ് ചെയ്യല്ല, ഡെറിവേഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ ഡെറൈവ് ചെയ്ത് വരിക. E ഈക്വൽ ടു, നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ E ഈസ് ഈക്വൽ ടു -n d/dt ഓഫ് phi m cos omega t ആണല്ലേ. phi m എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. -n phi m d/dt ഓഫ് cos omega t. ഇതിന് ഡെറിവേറ്റീവ് എടുത്താൽ -n phi m ഡെറിവേറ്റീവ് ഓഫ് cos omega t, അതായത് ഡെറിവേറ്റീവ് ഓഫ് cos at എന്നൊക്കെ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഒമേഗ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒമേഗ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഒമേഗ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഈ റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരേ സ്പീഡിലാണ് എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിവിടെ, അത് ടൈം വേരിയിങ് അല്ല, സ്പീഡ് ടൈമിനനുസരിച്ച് മാറുന്നില്ല എന്ന് നമ്മൾ ഒരു അസംഷൻ ഇവിടെ എടുക്കുന്നുണ്ട്. ആ കേസിൽ ഈ ഒമേഗ എന്നുള്ള ഈ ഒരു കോൺസ്റ്റൻറ്റിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം, ഒമേഗ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് cos at എന്ന് പറയുന്നത് -a sin t ആയിരിക്കും. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒമേഗ -sin omega t എന്ന് കിട്ടി.
ഇത് ഇവിടെ 2 മൈനസ് ഉണ്ട്, അപ്പോൾ നമുക്കതിന് പ്ലസ് ആവും, എൻ ആവും ഒമേഗ ഫൈ എം സൈൻ ഒമേഗ ടി. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടി. ഈ ഇ എന്ന് പറയുന്നത്, ഈ ഇന് ഇ എം എഫ് ആണ്, നമുക്കറിയാം. ഇ എം എഫ് ജനറേറ്റ് ചെയ്യപ്പെട്ട ഇ എം എഫ് ആണ്. ഇതിന് വേറൊരു പേര് കൂടി വിളിക്കും, ഇൻസ്റ്റൻറ്റേനിയസ് ഇ എം എഫ് എന്നും കൂടി പറയും. അത് ഇൻസ്റ്റൻറ്റേനിയസ് ഇ എം എഫ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാമെങ്കിൽ, ഇ ഈസ് ഈക്വൽ ടു ഈ എൻ ഒമേഗ ഫൈ എം സൈൻ ഒമേഗ ടി, ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ ഇതിന് ഏത് ടൈമിലുള്ള ഏത് ഇൻസ്റ്റൻറ്റിലുള്ള ഇ എം എഫ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ടൈം വേരി ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് 0 സെക്കൻഡിലുള്ള എത്ര വോൾട്ടേജ് ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നു എന്നറിയാമെങ്കിൽ ഈ ടിക്ക് 0 എന്ന് കൊടുത്താൽ മതി. ഇനി ഇപ്പോൾ 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് എത്ര ഇ എം എഫ് ജനറേറ്റ് ചെയ്യുമെന്ന് അറിയണമെങ്കിൽ ഇവിടെ 10 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനെ ഇൻസ്റ്റൻറ്റേനിയസ് ഇ എം എഫ് എന്നും കൂടി പൊതുവെ പറയും. അപ്പോൾ നമുക്ക് ഇ എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഇതിൻ്റെ പുതിയ പേര് എന്ന് പറഞ്ഞാൽ ഇ എം എഫിന് പകരം ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ് എന്ന് വിളിക്കാം. ഈസ് ഈക്വൽ ടു ഒമേഗ എൻ ഫൈ എം സൈൻ ഒമേഗ ടി എന്ന് കിട്ടി. ഇനി ഇതിന് ഈ ഇ എം എഫ്, ഇൻസ്റ്റൻറ്റേനിയസ് ഇ എം എഫ് എപ്പോഴാണ് മാക്സിമം വാല്യൂ ആവുക? എപ്പോഴാണ് ഇ എം എഫ് മാക്സിമം വാല്യൂ ആവുക? ഈ ഒരു ക്വാണ്ടിറ്റി മാക്സിമം ആവണമെങ്കിൽ ഇതിൽ ഒമേഗ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ എല്ലാ സമയത്തും ഒരേ വാല്യൂ ആയിരിക്കും. എൻ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, അതും എല്ലാ സമയത്തും ഒരേ വാല്യൂ ആയിരിക്കും. ഫൈ എം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അതും എല്ലാ സമയത്തും ഒരേ വാല്യൂ ആയിരിക്കും. ഇതിൽ വേരി ചെയ്യുന്ന എലമെൻറ്റ് ഈ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു എലമെൻ്റാണ് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നത്. അപ്പോൾ സൈൻ ഒമേഗ ടി എപ്പോഴാണോ മാക്സിമം ആവുന്നത് അപ്പോഴായിരിക്കും ഈ മാക്സിമം ആവുക, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ മാക്സിമം ആവുക. അപ്പോൾ സൈൻ ഒമേഗ ടിക്ക് വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. സൈൻ്റെ വാല്യൂ -1 മുതൽ 1 വരെ ആണ് വേരി ചെയ്യുക. അപ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഈ സൈൻ ഒമേഗ ടി 1 ആവണമെങ്കിൽ ഒമേഗ ടി എന്താവണം? ഒമേഗ ടി 90 ഡിഗ്രി ആവണം. 90 ഡിഗ്രിയിലല്ലേ സൈൻ വാല്യൂ മാക്സിമം ആവുന്നത്? സൈൻ 90 ഡിഗ്രി ആണല്ലോ 1. അപ്പം അങ്ങനെയാണെങ്കിൽ ഒമേഗ ടി എന്താവണം? ഒമേഗ ടി 90 ഡിഗ്രി ആവണം. ഒമേഗ ടി 90 ഡിഗ്രി ആവണം. അല്ലെങ്കിൽ ഓർ റേഡിയനിൽ പറയുകയാണെങ്കിൽ 5/2 റേഡിയനും ആവണം. അപ്പോൾ അങ്ങനെ ആ കേസിൽ, ഈ 90 ഡിഗ്രി ആവുന്ന കേസിൽ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടും. അതിനെ നമുക്ക് ഇ എം എന്ന് ഡിനോട്ട് ചെയ്യാം. മാക്സിമം വാല്യൂ ഒമേഗ എൻ ഫൈ എം ഇൻറ്റു സൈൻ 90 എം 1. അപ്പോൾ മാക്സിമം വാല്യൂ എത്ര കിട്ടുക? ഒമേഗ എൻ ഫൈ എം. ഇതായിരിക്കും മാക്സിമം വാല്യൂ. ഇതിനെ ഞാൻ ചെറുതായി ഒന്ന് മാറ്റി എനിക്ക് വേണമെങ്കിൽ, നിങ്ങൾക്കറിയാം ബി എന്ന് പറയുന്നത് ഫ്ലക്സ് ലിങ്കേജ് ഫൈ ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണമെങ്കിൽ ബി എം ഈക്വൽ ടു ഫൈ എം ഡിവൈഡ് ബൈ ഏരിയ എന്ന് എഴുതാം. കേസിൽ നമുക്കിതിന് ഒമേഗ എൻ ബി എം എ ഏരിയ ഇങ്ങനെയും വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. നമ്മൾ ആദ്യത്തെ കേസിൽ എക്സ് വൈ ഡയറക്ഷനിൽ ഇങ്ങനെയായിരിക്കും കോയിൽ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ആ കേസിൽ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ലിങ്കേജ് മാക്സിമം ആയിരിക്കും. ഈ ഒരു കേസിൽ ഫ്ലക്സ് ലിങ്കേജ് മാക്സിമം ആയിരിക്കും. 0 ഡിഗ്രിയിൽ ഫ്ലക്സ് ലിങ്കേജ് മാക്സിമം ആയിരിക്കും. ആ കേസിൽ 0 ഡിഗ്രിയിൽ നമുക്ക് ഇവിടെ ഈ ഒമേഗ ടി എന്ന് പറയുന്നത് തീറ്റയാണല്ലോ. ഒമേഗ ടി എന്ന് പറയുന്നത് തീറ്റയാണല്ലോ. നമുക്ക് ആ 2 ഇക്വേഷൻ എഴുതാം. ഇൻസ്റ്റൻറ്റേനിയസ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ ഒമേഗ എൻ ഫൈ എം സൈൻ തീറ്റ. നമ്മൾ നേരത്തെ നോക്കിയ ഫൈ ഫ്ലക്സ് ലിങ്കേജിൻ്റെ ഇക്വേഷൻ ഫൈ എം കോസ് തീറ്റ. അപ്പോൾ നമുക്ക് തീറ്റ എടുക്കാം,
0 ഡിഗ്രിയിൽ നോക്കാം, 90 ഡിഗ്രിയിൽ നോക്കാം, 180 ഡിഗ്രിയിൽ നോക്കാം. അപ്പോൾ ആ ഓരോ കേസിലുള്ള ഈ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് എത്രയാണ്, ഫൈ ഫ്ലക്സ് ലിങ്കേജ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 0 ഡിഗ്രി നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 ഡിഗ്രി തീറ്റ ഇസിക്കൽ ടു 0 ഡിഗ്രി. ആ കേസിൽ ഫ്ലക്സ് ലിങ്കേജ് ഫൈ എന്ന് പറയുന്നത് ഫൈ എം കോസ് തീറ്റ. ഫൈ എം കോസ് 0 ഡിഗ്രി. തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ കോസ് 0 ഡിഗ്രി. ആ കേസിൽ ഫ്ലക്സ് ലിങ്കേജ് മാക്സിമം ആയിരിക്കും, അത് ഫൈ എം ആയിരിക്കും. ഓക്കെ, ആ കേസിൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് EMFൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്തായിട്ട് മാറും നോക്കാം. ഈ കേസിൽ തീറ്റ 0 ആണ്. അപ്പോൾ ഒമേഗ എൻ ഫൈ എം, ഈ ഒമേഗ എൻ ഫൈ എം എന്ന് എഴുതുന്നതിന് പകരം ഞാനിതിന് ഷോർട്ടാക്കിയിട്ട് EM, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മാക്സിമം വാല്യൂ, EMFൻ്റെ മാക്സിമം വാല്യൂ EM എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ E ഈക്വൽ ടു EM സൈൻ തീറ്റ. അപ്പോൾ ഈ കേസിൽ സൈൻ തീറ്റ 0 ഡിഗ്രിയാണ്. അപ്പോൾ സൈൻ 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. 90 ഡിഗ്രിയിൽ, അതായത് കോയില് ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് 90 ഡിഗ്രി, 0 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു 90 ഡിഗ്രി. 90 ഡിഗ്രി ആകുമ്പോൾ ഫൈ ഇസിക്കൽ ടു കോസ് ഫൈ എം കോസ് 90. കോസ് 90 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ഫൈൻ്റെ വാല്യൂ 0. ഇൻ്റെ വാല്യൂ സൈൻ 90 ആണ്, 1 ആണ്. അപ്പോൾ ഇൻ്റെ വാല്യൂ ഈസിക്കൽ ടു EM ആവും. EM മാക്സിമം വാല്യൂ ആയി. ഇനി 180 ഡിഗ്രി എന്ന് പറയുന്നത് 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി. 180 ഡിഗ്രി ആവുന്ന സമയത്ത് ഫൈ ഇസ് ഈക്വൽ ടു ഫൈ എം കോസ് 180. കോസ് 180 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ഫൈ എം ആയി. ഇൻ്റെ വാല്യൂ 0 ആയിരിക്കും. സൈൻ 180 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം ഈ ഫ്ലക്സ് ലിങ്കേജ് ആണ് EMF ഉണ്ടാക്കാനുള്ള കാരണം. പക്ഷേ ഫ്ലക്സ് ലിങ്കേജിൻ്റെ അതേപോലെയല്ല, ചേഞ്ചിന് പോലെയല്ല EMFൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നത്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഫ്ലക്സ് ലിങ്കേജ് അല്ല EMFൻ്റെ, ഫ്ലക്സ് ലിങ്കേജും EMF ഒരു റീസൺ ആണ്. പക്ഷേ ഫ്ലക്സ് ലിങ്കേജിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ്, ഫ്ലക്സ് ലിങ്കേജിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് വരിക. ഇതാണ് നമ്മൾ ഫാരഡേ സെക്കൻഡ് ലോയിൽ പഠിച്ചത്, ഫ്ലക്സ് ലിങ്കേജിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ ഈ 90 ഡിഗ്രി ആവുന്ന കേസിലായിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഏറ്റവും കൂടുതൽ. അത് ഇവിടെ 0, ഈ 90 ഡിഗ്രി ആവുന്ന സമയത്തായിരിക്കും ഫ്ലക്സ് ലിങ്കേജിന് റേറ്റ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് 90 ഡിഗ്രിയിൽ മാക്സിമം വാല്യൂ വന്നത്. ഓക്കെ, നമ്മൾക്ക് ഇതിൻ്റെ വേവ് ഫോം ഒന്ന് വരച്ചു നോക്കാം. തൽക്കാലം ഇതും കൂടി മായ്ക്കുകയാണ്. ആക്സിസ്, y ആക്സിസ്. ഇവിടെ ആദ്യം നമ്മൾക്ക് ഈ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMFൻ്റെ വേവ് ഫോം എങ്ങനെയാണ് വരുവാന്ന് നോക്കാം. E ഈക്വൽ ടു EM സൈൻ തീറ്റ. ഇതാണ് തീറ്റ. 0, 90 ഡിഗ്രി, 180 ഡിഗ്രി. ഇവിടെ E എന്ന് പറയുന്നത് ആദ്യം 0 ആയിരിക്കും, 90 ഡിഗ്രിയിൽ മാക്സിമം ആയിരിക്കും, 180 ഡിഗ്രിയിൽ 0 ആണ്. നമുക്കിത് കുറച്ചും കൂടി ഒന്ന് എക്സ് ആക്സിസ് കുറച്ചും കൂടി അടുപ്പിച്ചടുപ്പിച്ച് വരക്കാം. ഇത് 90 ഡിഗ്രി, ഇത് 180 ഡിഗ്രി, ഇത് 270,
ഇത് 360 ഡിഗ്രി. ഇപ്പോൾ 90 ഡിഗ്രിയിൽ മാക്സിമം ആയിരിക്കും, 180 ഡിഗ്രിയിൽ 0 ആയിരിക്കും. അഗൈൻ 270 വരുമ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിൽ മാക്സിമം ആയിരിക്കും, 360യിൽ 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വേവ് ഫോം എന്ന് പറയുന്നത് സൈൻ വേവ് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് E = EM sin തീറ്റേൻ്റെ വേവ് ഫോം. ഇങ്ങനെയായിരിക്കും വരിക. ഇനി നമുക്ക് ഫൈ വേവ് ഫോം വരക്കാം. ഫ്ലക്സ് ലിങ്കേജ് φ = φm cos തീറ്റ. അതിൻ്റെ വേവ് ഫോം 0 ഡിഗ്രിയിൽ മാക്സിമം, 90 ഡിഗ്രിയിൽ 0, 180 ഡിഗ്രിയിൽ നെഗറ്റീവ്. ഈ ഒരു ട്രെൻഡ് നമുക്ക് റിപ്പീറ്റ് ചെയ്താൽ 270യിൽ 0 ആയിരിക്കും, 60യിൽ മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വേവ് ഫോം ഇങ്ങനെയായിരിക്കും വരിക. ഇതാണ് ഫൈ. അപ്പം ഇങ്ങനെയായിരിക്കും വേവ് ഫോം വരിക. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഇൻസ്റ്റൻറ്റേനിയസ് EMFൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് E = നമുക്ക് ആദ്യം കിട്ടിയത് ωn φ m sin ωt ആയിരുന്നു. ഇതിൽ ഈ φ mനെ മാറ്റി നമുക്ക് വേണമെങ്കിൽ ωn Pm ഏരിയ A sin ωt എന്ന് പറയാം. പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ഇത് ഇത്രയും പോർഷന് EM മാക്സിമം വാല്യൂ EM എന്ന് ഡിനോട്ട് ചെയ്ത് EM sin ωt എന്ന് ഷോർട്ടായിട്ട് പറയാം. ഇവിടെ BM എന്ന് പറയുന്നത് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ആയിരിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ രണ്ട് വേവ് ഫോമും വരച്ചു. EMFൻ്റെയും ഫൈൻ്റെയും വേവ് ഫോമും വരച്ചു.